നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആയാത്തുകളാണ് വരാനിരിക്കുന്നത്. സൂറത്തുൻ നൂറിൽ നിന്നുള്ള രണ്ടാം ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ذلكم خير لكم لعلكم تذكرون فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون يا أيها الذين آمنوا ഓ സത്യവിശ്വാസികളെ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടുകൾ അല്ലാത്ത മറ്റു വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലാൻ പാടില്ല. ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹി, ഹത്താ തസ്തഅനിസൂ, നിങ്ങൾ അവരോട് സമ്മതം വാങ്ങുന്നത് വരെയും, വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയുന്നത് വരെയും നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാൻ പാടില്ല. ദാലികും ഖൈറുൻ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ. ശരിക്ക് ചിന്തിച്ചാൽ അതാണ് നന്മ എന്ന് നമുക്ക് തന്നെ ബോധ്യമാകും. മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെ അദബാണ്, മര്യാദയാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അല്ലാഹു തആലയുടെ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത്. ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാർക്ക് സലാം പറയുകയും അവരോട് സമ്മതം വാങ്ങുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലരുത്. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. എങ്ങനെയാണ് നാം ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലാറുള്ളത്? നിങ്ങളുടെ സ്വന്തം വീട് അല്ലാത്ത ഗൈറ ബുയൂതികും എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങളുടെ വീട്, സ്വന്തം വീട്, നിങ്ങളുടെ സ്വന്തം റൂം, അതിലേക്ക് പിന്നെ സമ്മതം ചോദിക്കേണ്ടതില്ല, നിങ്ങൾക്ക് കടന്നു ചെല്ലാം. അല്ലാത്ത ഏതൊരു വീട്ടിലേക്ക്, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ വീടാവട്ടെ, അനുജന്റെ വീടാവട്ടെ, അയൽവാസിയുടെ വീടാവട്ടെ, അമ്മായിന്റെ വീടാവട്ടെ, അമ്മാവന്റെ വീടാവട്ടെ, ഏതോ ആവട്ടെ, ആ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ അവരുടെ സമ്മതം വാങ്ങിയിരിക്കണം. രണ്ടാമത്തേത്, അവർക്ക് സലാം പറഞ്ഞിരിക്കണം. വെറുതെ വാതിൽ തുറന്നിട്ട് കയറി ചെല്ലരുത്. ചില ആളുകൾ തീരെ ശ്രദ്ധിക്കാതെ വീട്ടിലേക്ക് മാത്രമല്ല, അതിന്റെ അടുക്കളയിലേക്കും ബെഡ്റൂമിലേക്കും ഒക്കെ കൂളായിട്ട് കടന്നു ചെല്ലും. വലിയ കുറ്റമാണത് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വീട്ടിൽ ചെല്ലുന്നതിന്റെ മര്യാദയും അദബും, ആ വീട്ടിൽ ചെന്നാൽ നാം സാധാരണഗതിയിൽ സമ്മതം ചോദിക്കാറിനപ്പോ ഇവിടെ ബെല്ലടിക്കലാണ്, ബെല്ലടിച്ചാൽ മതി. എന്നാൽ വീട്ടുകാരൻ പുറത്തു വന്നിട്ട് കയറിക്കോളൂ എന്ന് പറയും. അയാളുടെ സമ്മതം കിട്ടി കയറാൻ പറഞ്ഞെങ്കിൽ അങ്ങോട്ട് കയറാൻ പോകണം, ഇല്ലെങ്കിൽ ആ വീട്ടിലേക്ക് കയറരുത്. അത് ഖുർആന്റെ കൽപ്പനയാണ്. ഇത് വെറും ഒരു അദബ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതല്ല, പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങൾ സമ്മതം വാങ്ങിയിരിക്കണം. ശരിക്ക് സമ്മതം ചോദിക്കലാണ് ആദ്യകാലത്തൊക്കെ പതിവ്. അസ്സലാമു അലൈക്കും അദ്ഖുൽ എന്ന് തന്നെ അവർ ചോദിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ നേർക്കുനേരെ സമ്മതമാണ് ചോദിക്കലാണ്.
അസ്സലാമു അലൈക്കും അദ്ഖുൽ, വീട്ടിന് സലാം പറഞ്ഞിട്ട് ചോദിക്കും അദ്ഖുൽ, ഞാൻ അങ്ങോട്ട് കടന്നു വരട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അവര് സമ്മതം കൊടുക്കും കടന്നു വരൂ എന്ന് പറഞ്ഞാൽ മാത്രമേ വീട്ടിലേക്ക് കടന്നു ചെല്ലാറുണ്ടായിരുന്നുള്ളൂ റസൂലിന്റെയും സഹാബത്തിന്റെയും കാലഘട്ടങ്ങളിൽ. ഇല്ലെങ്കിൽ പിന്നെ അന്ന് ബെല്ലൊന്നുമില്ലല്ലോ, അപ്പൊ വാതിലിന് മുട്ടും. വാതിലിന് മുട്ടിയാൽ അകത്തുനിന്ന് ചോദിക്കും ആരാണ് എന്ന്. അപ്പൊ ഞാൻ ഇന്ന ആളാണെന്ന് പറയണം, അതതിന്റെ മര്യാദയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണും, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹുവിന് പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഒരിക്കൽ ചെന്നു. എന്റെ ഉപ്പാക്ക് കടം ഉണ്ടായിരുന്നു, അത് സംബന്ധമായ ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിക്കാനാണ് ഞാൻ അവിടെ ചെന്നത്. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിന്റെ വാതിലിന് മുട്ടി. അപ്പൊ അകത്തുനിന്ന് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാണ് വാതിലിന് മുട്ടുന്നത്? അപ്പൊ ഞാനെന്ത് മറുപടി പറഞ്ഞു? അനാന്ന് പറഞ്ഞു, ഞാനാണ്. നമ്മളൊക്കെ പറയുന്ന മറുപടി തന്നെ. ചിലണ്ടല്ലോ ഫോൺ എടുത്തിട്ട് ആരാത്, ഇത് ഞാനാണ് എന്നതുപോലെ ഞാനാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അന അന എന്ത് അന? ഞാന് എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂലുള്ളാഹിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാനാണെന്ന് പറയരുത്, ഈ ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദബ്, ഒരു വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചാൽ തന്നെ വാതിലിന്റെ നേരെ മുന്നിൽ നിങ്ങൾ നിൽക്കരുത്, ബെല്ലടിച്ചിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കണം. കാരണം ചിലപ്പോൾ വീട്ടിൽ ആണുങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, സ്ത്രീകൾ അത്രമാത്രം തന്റെ ഇടമുള്ളവർ ആയിക്കൊള്ളണം എന്നില്ല. ഇങ്ങനെ ഒരുപാട് ആദാബുകൾ ഉള്ളതാണ് ഒരു പുരയിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ. അത്ര കൂളായിട്ട് ചെയ്യേണ്ട സംഗതി അല്ല. അതുപോലെ അല്ലാഹു തആല രണ്ടാമത്തെ കാര്യം പറയുന്നത് വീട്ടുകാർക്ക് സലാം പറയാം. അപ്പൊ ഒരു പുരയിൽ ചെന്നാൽ വീട്ടുകാർക്ക് സലാം പറയണം. പക്ഷെ സലാം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മര്യാദ റസൂല് പോലും ചെയ്തിരുന്നത് വീട്ടിലേക്ക് ചെന്നാൽ ഉറക്കെ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയലാണ്. ആ സലാം കേട്ടിട്ടാണ് വീട്ടുടമസ്ഥൻ വാതിൽ തുറന്ന് പുറത്തു വരാറുള്ളത്. ഇന്നത്തേതുപോലെ ബെല്ലടിക്കണ സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അധികവും റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും ചെറിയ വീട്ടിൽ ചെന്നാൽ മുറ്റത്ത് ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് ഉറക്കെ സലാം പറയും. അപ്പൊ വീട്ടുകാരൻ അത് കേട്ട് വാതിൽ തുറക്കും. ഇപ്പോ സലാം പറയല് സാധാരണ യാചകന്മാരുടെ രീതിയാണ് നമ്മുടെ നാട്ടിൽ. അവരാണ് ഗേറ്റിങ്ങനെ ഉറക്കാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ സലാം വീട്ടിൽ ചെന്നാൽ സലാം പറയാന്നുള്ള മര്യാദനെ ഉപേക്ഷിച്ചു പോയതുപോലെ തോന്നുന്നുണ്ട്. അപ്പൊ വീട്ടിൽ ചെന്നാൽ സലാം പറയാം. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ ചെന്ന കഥ ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് മര്യാദകൾ നമുക്ക് പഠിക്കാനാവും. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല തങ്ങൾ ഖദർജ് ഗോത്രത്തിന്റെ നേതാവാണ്. ഹബീബായ റസൂൽ സഅദിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വൈകുന്നേര സമയം നോമ്പുറക്കുന്ന നേരത്താണ്. പുറത്ത് മുറ്റത്ത് എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് റസൂലുള്ളാഹി ഉറക്കെ സലാം പറഞ്ഞു. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല തങ്ങളും മകൻ ഖൈസും പുരന്റെ അകത്തുണ്ട്. സഅദ് റളിയല്ലാഹു തആല തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കേൾപ്പിക്കാതെ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് സലാം മടക്കി. റസൂലെ കേട്ടില്ല, കേൾപ്പിക്കണമെന്ന് സഅദ് ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പൊ മകൻ ഖൈസ് ചോദിച്ചു, വാപ്പാട് ഉപ്പ അള്ളാഹുവിന്റെ റസൂലല്ലേ ആ സലാം പറയുന്നത്? കാരണം സലാം കേട്ടിട്ട് വാതിൽ പോയി തുറക്കാത്തത് കൊണ്ടാണ് മകൻ ചോദിച്ചത്. അപ്പൊ സഅദ് മോനോട് പറഞ്ഞു, മോനെ മിണ്ടല്ല, റസൂല് ഇനിയും ചെല്ലട്ടെ സലാമില്ല. കാരണം റസൂലുള്ളാഹിന്റെ പതിവ് ഒരു സലാം ചെല്ലിയിട്ട് അതിന് മറുപടി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെ ചെല്ലും. അതിന് മറുപടി ഇല്ലെങ്കിൽ ഒന്നും കൂടെ അസ്സലാമു അലൈക്കും എന്ന് പറയും. മൂന്നാമത്തെ സലാമിന് മറുപടി ഇല്ലെങ്കിൽ റസൂല് മടങ്ങിപ്പോകും. അങ്ങനെയാണ് അതിന്റെ രീതിയും. ഈ 3 പ്രാവശ്യത്തും പ്രതികരണം ഇല്ലെങ്കിൽ റസൂലുള്ളാഹി മടങ്ങിപ്പോകും. അപ്പൊ ഏതായിരുന്നാലും ചുരുങ്ങിയത് 3 സലാം റസൂലുള്ളാഹിന്റേത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ബുദ്ധിമാനായ സഅദ് റളിയല്ലാഹു തആല തങ്ങൾ റസൂലുള്ളാഹിനെ കേൾപ്പിക്കാതിരുന്നത്. റസൂൽ ഒന്നുകൂടെ പറഞ്ഞു അസ്സലാമു അലൈക്കും. അപ്പോഴും സഅദ് റളിയല്ലാഹു തങ്ങൾ തങ്ങളെ കേൾപ്പിക്കാതെ വഅലൈക്കുമുസ്സലാം എന്ന് മറുപടി പറഞ്ഞു. മൂന്നാമതും ഇത് പറഞ്ഞു. മൂന്നാമതും സഅദ് റളിയല്ലാഹു അൻഹു ശബ്ദം കേൾപ്പിക്കാതെ മറുപടി പറഞ്ഞു. വീട്ടിൽ ആളുണ്ടാവുകയില്ല എന്ന് കരുതിക്കൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോൾ വാതിൽ തുറന്നുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല തങ്ങൾ ഓടി ഇറങ്ങി വരികയാണ്.
ഹബീബായ റസൂലിനെ അടച്ചു കൂട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ, അങ്ങ് ആദ്യത്തെ സലാം പറഞ്ഞത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് സലാം മടക്കിയിട്ടുമുണ്ട്. ഞാൻ അങ്ങയെ കേൾപ്പിക്കാതിരുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ കേൾപ്പിക്കാതിരുന്നാൽ ചുരുങ്ങിയത് 3 സലാം അങ്ങയുടെ കയ്യിൽ നിന്ന് എന്റെ വീട്ടുകാർക്ക് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ശാന്തിയും സമാധാനവും വീട്ടുകാരെ